3 അബോർഷൻ കഴിഞ്ഞാണ് ഞാൻ ജനിച്ചത്. ആറ്റുനോറ്റുണ്ടായ കുട്ടിയാണ് ഞാൻ, നൂറ പറയുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 മുന്നേറിക്കൊണ്ടിരിക്കെയാണ് മത്സരാർത്ഥിയായ നൂറ തന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ചില ഹൃദയസ്പർശിയായ അനുഭവങ്ങൾ പങ്കുവച്ചത്. 30 ദിവസങ്ങൾ പിന്നിടുന്ന ഈ സീസണിൽ നിരവധി മത്സരാർത്ഥികൾ പ്രേക്ഷക മനസ്സുകൾ കീഴടക്കിയിട്ടുണ്ട്. അവരിൽ ശ്രദ്ധേയരായവരാണ് ആദിലയും നൂറയും. തുടക്കത്തിൽ ഒരൊറ്റ മത്സരാർത്ഥിയായി എത്തിയവർ പിന്നീട് 2 പേരായാണ് മുന്നോട്ടു പോകുന്നത്. ബിഗ് ബോസ് ചരിത്രത്തിലെ ആദ്യത്തെ ലെസ്ബിയൻ കപ്പിൾ എന്ന പ്രത്യേകത ഇവർക്കുണ്ട്. നൂറയുടെ വ്യക്തിത്വം, തുറന്നു പറച്ചിൽ, ആത്മവിശ്വാസം എന്നിവയാണിപ്പോൾ പ്രേക്ഷകരെ കൂടുതൽ ആകർഷിക്കുന്നത്. തന്റെ ബാല്യകാലം മുതൽ ജീവിതത്തിലെ സംഭവങ്ങൾ വരെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് നൂറ. 3 അബോർഷൻ കഴിഞ്ഞാണ് ഞാൻ ജനിച്ചത്. അതുകൊണ്ട് തന്നെ എന്റെ ജനനം കുടുംബത്തിന് വലിയ പ്രതീക്ഷയും സന്തോഷവുമായിരുന്നു. ഉപ്പയും ഉമ്മയും ആറ്റുനോറ്റുണ്ടായ കുട്ടിയാണ് ഞാൻ എന്നാണ് നൂറ വെളിപ്പെടുത്തിയത്. സൗദിയിൽ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന പിതാവ് നൂറയുടെ പേരാണ് സൂപ്പർ മാർക്കറ്റിന് നൽകിയതെന്നും നൂറ പറഞ്ഞു. കുടുംബം വലിയ പ്രതീക്ഷകളോടെ നിലത്തും വയ്ക്കില്ല തലയിലും വയ്ക്കില്ല എന്ന പോലെയാണ് വളർത്തിയത്. പഠിച്ച് നല്ല ജോലി നേടണം, സമൂഹത്തിൽ ഉയരത്തിലെത്തണം എന്നീ സ്വപ്നങ്ങളാണ് പിതാവിന്റെ ഭാഗത്തുണ്ടായിരുന്നതെന്നും നൂറ പറഞ്ഞു. എന്നാൽ ജീവിതത്തിൽ ആദില എത്തി. ഇരുവരുടെയും ബന്ധം കുടുംബത്തിന് എളുപ്പത്തിൽ മനസ്സിലാക്കാനായില്ല. ആദിലയെക്കുറിച്ചുള്ള എന്റെ ബന്ധം അറിഞ്ഞപ്പോൾ ഉപ്പായ്ക്ക് വലിയ ബുദ്ധിമുട്ടായി. പക്ഷേ ആദിലെ അംഗീകരിക്കരുത്, വൃത്തികെട്ട ജീവിതമാണിത്, വഴിതിരിച്ചു വിടണം എന്നിങ്ങനെ ഉപദേശിച്ചവരും ഉണ്ടായിരുന്നുവെന്ന് നൂറ തുറന്നു പറഞ്ഞു. ബാല്യകാലം മുഴുവൻ തന്നെ കുടുംബം നൽകിയ സ്നേഹത്തിന്റെയും കരുതലിന്റെയും പ്രതീകമായി ലഭിച്ച ആദ്യ ഡയമണ്ട് നെക്ലസുമായാണ് നൂറ വീട്ടിൽ നിന്നിറങ്ങിയത്. പിന്നീട് ആ നെക്ലസ് ആദിലയ്ക്ക് നൽകി. ആദിലയെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഇഷ്ടപ്പെടില്ലെന്ന് അറിഞ്ഞാണ് ആ നെക്ലസ് അവൾക്ക് കൊടുത്തത്. പെൺകുട്ടിയായതിനാൽ സമൂഹത്തിൽ നിന്ന് നിരന്തരം കേൾക്കേണ്ടി വന്നിരുന്ന വാക്കുകളും നൂറ തുറന്നു പറഞ്ഞു. പെൺകുട്ടിയാണ്, എവിടെയും എത്തില്ല, പെട്ടെന്ന് വിവാഹം കഴിപ്പിച്ചാൽ മതി എന്ന തരത്തിലുള്ള സമീപനങ്ങളാണ് നേരിടേണ്ടി വന്നത്. എന്നാൽ ഇന്ന് തന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് തുറന്നു പറയാനും സ്വന്തം തീരുമാനങ്ങൾ പിന്തുടരാനുമുള്ള ധൈര്യമുണ്ടായി. മാതാപിതാക്കൾക്ക് ഇതുവരെ ബന്ധം അംഗീകരിക്കാനായിട്ടില്ല. ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഇഷ്ടമല്ല. എന്നാൽ സഹോദരനും അനിയത്തിമാരും തന്റെ ജീവിതത്തെയും ആദിലയുമായുള്ള ബന്ധത്തെയും അംഗീകരിച്ചു. ബിഗ് ബോസിലെ തുറന്നു പറച്ചിലൂടെ നൂറ തന്റെ ജീവിത സത്യങ്ങൾ ലോകത്തിനു മുമ്പിൽ വെച്ചപ്പോൾ നിരവധി പ്രേക്ഷകരാണ് അവളുടെ ധൈര്യത്തെയും ആത്മാർത്ഥതയും അഭിനന്ദിക്കുന്നത്. വ്യക്തി ജീവിതത്തിലെ വെല്ലുവിളികളും സമൂഹത്തിന്റെ കണ്ണുകളെ മറികടന്ന് തന്റെ വഴിക്ക് മുന്നേറുകയാണ് നൂറ. സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.